ബാക്ക് ടു സൈലം ലേണിംഗ്. അരുമ മിസ് ആണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആസിഡ് ബേസ് സോൾട്ട് എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാവുന്ന ഒരു കോൺസെപ്റ്റ് ആണല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിൽ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ, നമുക്ക് ഈ ഒരു വേർഡ് പല സ്ഥലങ്ങളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ റോഡുകളിൽ അല്ലേ, വാഹനങ്ങളിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഇൻഡിക്കേറ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയിൽ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് കുറേ സബ്സ്റ്റൻസുകൾ ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ, അതായത് കുറേ തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇത് ഏതാണെന്ന് തിരിച്ചറിയണം. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. സോ ഇൻ കെമിസ്ട്രി ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോ വിസിബിൾ ചേഞ്ച്, മോസ്റ്റ് കോമൺലി എ കളർ ചേഞ്ച് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ കെമിക്കൽ സ്പീഷീസ് ടിപ്പിക്കലി ഇൻ സൊല്യൂഷൻ. അതായത് കോൺസെൻട്രേഷൻസിനനുസരിച്ച് എന്ത് തരും, അവര് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചേഞ്ചസ് തരും. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ്. പക്ഷേ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ വേണ്ടി മാത്രമല്ല. അവിടെയാണ് ഈ ഒരു പോയിന്റ് ഉള്ളത്. പെർട്ടിക്കുലർലി ഇൻ ആസിഡ് ബേസ് ടൈട്രേഷൻ, അതായത് ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് പഠിക്കും. അപ്പൊ ഈ ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻഡിക്കേറ്റേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ഇൻഡിക്കേറ്റേഴ്സിൽ ചൂസിങ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് എത്ര തരത്തിലുണ്ടെന്ന് അറിയാവോ നിങ്ങൾക്ക്? നാച്ചുറൽ ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്, ഓൾഫാക്ടറി ഉണ്ട്. അതായത് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ടേമറിക്കും ലിറ്റ്മസും ഒക്കെ. അപ്പൊ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ലിറ്റ്മസ് ആയിട്ടുള്ള ടേമറിക്കിനെയോ ലിറ്റ്മസിനെയോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി സിന്തറ്റിക് ആയിട്ടുള്ള ആളുകളുണ്ട്. സിന്തറ്റിക് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ മീത്തൈൽ ഓറഞ്ചും ഫീനോഫ്തലിനും. ഓൾഫാക്ടറി എന്ന് പറയുമ്പോൾ നമുക്ക് ആരെ പറയാം, ഒണിയനെ അല്ലെ. ഓൾഫാക്ടറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്താണ്, സ്മെല്ലാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ സ്മെല്ല്, അതായത് ആസിഡിൽ ഒരു സ്മെല്ലായിരിക്കും, ബേസസിൽ വേറൊരു സ്മെല്ലായിരിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓൾഫാക്ടറി, ഒണിയൻ ആണ് എക്സാമ്പിൾ പറയാം. ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിനെ നോക്കാം. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഇവരെന്താ ചെയ്യുക, വിസിബിൾ ആയിട്ടുള്ള കളർ ചേഞ്ചസ് ആണ് കാണിക്കുക. അപ്പൊ ആസിഡിൽ അവയ്ക്ക് ഒരു കളർ ആയിരിക്കും, ബേസിൽ ഒരു കളർ ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ ആസിഡിലും ബേസിലും ഒരേ കളറാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ആസിഡിൽ ഒരു കളർ, ബേസിൽ ഒരു കളർ കാണിക്കണം. അപ്പൊ നമുക്ക് നോക്കാം ലിറ്റ്മസ് പേപ്പർ. നിങ്ങൾക്കറിയാം രണ്ട് തരത്തിലുള്ള ലിറ്റ്മസ് പേപ്പർ ഉണ്ട് അല്ലെ, രണ്ട് കളറിലുള്ള ലിറ്റ്മസ് പേപ്പർ ഉണ്ട്. ഒന്ന് റെഡ് കളറിലുണ്ട്, ഒന്ന് ബ്ലൂ കളറിലുണ്ട്. ഈ റെഡ് കളറിലെ ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്ന ആളുകൾ എന്താ പറഞ്ഞിരിക്കുന്നത്, റെഡ് കളറിലുള്ള ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുന്ന ആളുകൾ എന്തായിരിക്കും, ബേസിക് ആയിരിക്കും. നോക്കിക്കേ നിങ്ങൾ, ബേസിക് സൊല്യൂഷൻ ആയിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലൂ കളറിലെ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് കളർ ആക്കുകയാണെങ്കിൽ അതാരായിരിക്കും, അതൊരു അസിഡിക് സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ലിറ്റ്മസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നാച്ചുറൽ ഇൻഡിക്കേറ്ററാ, അറിയാലോ നിങ്ങൾക്ക്. ഇനി ടീച്ചർ അടുത്ത ആളെ പറയട്ടെ. അടുത്ത രണ്ട് സിന്തറ്റിക് ആളുകളാണ്. അതിലൊന്ന് ഫീനോഫ്തലിനാണ്, ഒന്ന് മീഥൈൽ ഓറഞ്ച് ആണ്. ഫീനോഫ്തലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഫീനോഫ്തലിന്റെ കളർ ചേഞ്ച് എന്തിൽ മാത്രമാണ്, ബേസിക് സൊല്യൂഷനിൽ മാത്രമാണ്. അതായത് ബേസിക് സൊല്യൂഷനിലേക്ക് നമ്മൾ ഫിനോഫ്തലിന് ഒഴിച്ചു കഴിഞ്ഞാൽ അത് പിങ്ക് കളറായിട്ട് മാറും. റെഡോ പിങ്ക് കളർ. പിങ്ക് കളർ എന്ന് പറയുന്നതാണ് നമുക്ക് കൂടുതൽ അനുയോജ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, റെഡ് ഓർ പിങ്ക്. ബുക്കുകളിൽ റെഡ് എന്ന് കൊടുത്ത് കാണാറുണ്ട്, പക്ഷെ ഏറ്റവും അനുയോജ്യം നിങ്ങൾ പിങ്ക് എന്ന് പറയുന്നതാണ്. ചില ബുക്കുകളിൽ പിങ്ക് എന്ന് കൊടുക്കുന്നതിന് പകരം റെഡ് എന്ന് കൊടുത്ത് കാണാറുണ്ട്. പക്ഷെ ഏറ്റവും എല്ലാവരും ഓർത്തു വെക്കുക, പിങ്ക് എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യം. ഓക്കെ. ഇനി മീഥൈൽ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ അത് അസിഡിക് സൊല്യൂഷനിൽ റെഡ് കളറാണ് കാണിക്കുക, ബേസിക് സൊല്യൂഷനിൽ യെല്ലോ കളറാണ് കാണിക്കുക, ന്യൂട്രൽ സൊല്യൂഷനിൽ അത് ഓറഞ്ച് കളറാണ് കാണിക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഫിനോഫ്തലിൻ, അതേപോലെ തന്നെ മീഥൈൽ ഓറഞ്ച്, നമ്മൾ രണ്ട് ലിറ്റ്മസ്, അതിൽ റെഡ് ലിറ്റ്മസ്, അതേപോലെ തന്നെ ബ്ലൂ ലിറ്റ്മസ്. അപ്പൊ ഫിനോഫ്തലിൻ ഓർത്ത് വെക്കുക. ഫിനോഫ്തലിൻ ആദ്യം നമ്മൾ ഒഴിച്ചപാട് ഒരു പിങ്ക് കളർ കാണിക്കും. നമ്മൾ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് കളർ ചേഞ്ച് എന്ത് ചെയ്യും, പിങ്ക് ഇങ്ങനെ കൂടി 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 ഏകദേശം ഒരു റെഡ് കളറിലേക്ക് പോകും. അതാണ് ആ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ പിങ്ക്, റെഡ് എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കുക. അത് ഏതിൽ മാത്രമേ കാണിക്കുകയുള്ളൂ, ഫിനോഫ്തലിൻ ആണെങ്കിൽ അത് ബേസിക് സൊല്യൂഷൻസിൽ മാത്രമേ കാണിക്കുകയുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് എൻ്റെ കുട്ടികൾ ഓർത്ത് വെക്കുക. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്
സിന്തറ്റിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്, നാച്ചുറൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്, അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മൾ ഓൾ ഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ എല്ലാ കൂട്ടുകാരും നല്ല അടിപൊളിയായിട്ട് ഓർത്തു വെക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റുമായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.